ഇത്രയും ശക്തമായൊരു കഥാപാത്രം അവതരിപ്പിക്കാൻ ഈ കോളേജിൽ ഒരാൾ പോലുമില്ലേ? റോമിയോയും ജൂലിയറ്റിനെ ഉൾക്കൊള്ളാൻ കപ്പാസിറ്റി ഉള്ള ആരും ഈ കോളേജിൽ ഇല്ലേ? കോളേജിലെ പുതിയ നാടകത്തില് മോളും അഭിനയിക്കുന്നില്ലേ? ഇല്ല ചേച്ചി, ഞാനില്ല. എല്ലാരും ഇഷ്ടപ്പെടുന്ന മുഖ മോളെ നിന്റേത്. ഞാനാണ് നാടകം ചെയ്യുന്നെങ്കിൽ കല്യാണിയെ തന്നെ നായികയാക്കും. എനിക്ക് പഠിക്കാൻ പോലും സമയം കിട്ടുന്നില്ല ചേച്ചി. കാശുണ്ടാക്കാനുള്ള ഓട്ടം വേറെയും. പഠിപ്പിക്കാൻ ഒരു സ്പോൺസർ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അവരോട് പൈസ ചോദിക്കാൻ ഒരു മടി. അതിനിടയില് ഈ അഭിനയത്തിനൊക്കെ എങ്ങനെ സമയം കിട്ടാനാ ചേച്ചി? മോളെ, ഈ നാടകത്തിലൊക്കെ അഭിനയിച്ച സ്കോളർഷിപ്പ് കിട്ടും, അതറിഞ്ഞൂടെ? നാടകത്തിൽ അഭിനയിച്ച സ്കോളർഷിപ്പ് കിട്ടും? ആ അതെ, കലാപരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുമല്ലോ. പഠിക്കാനുള്ള ചെലവൊക്കെ അതിലൂടെ അങ്ങ് നടക്കും. പറ്റുമെങ്കിൽ മോൾ അഭിനയിക്കേ. ചിന്നു, ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിക്കുന്നത് മാത്രമല്ല അറിവ്. കോളേജ് പഠനം എന്ന് പറഞ്ഞ സ്റ്റഡി അബൌട്ട് യൂണിവേഴ്സ് എന്നാ. ചുറ്റുമുള്ള പ്രപഞ്ചത്തെക്കുറിച്ച് അറിയണം, കലകളെക്കുറിച്ച് അറിയണം. ആ, ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. ചിന്നു പഠിക്കുന്ന കോളേജിലെ കലാകാരന്മാരായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട്. പഠനത്തിലുള്ള അത്യാവശ്യ ചെലവുകളൊക്കെ അതിലൂടെ അങ്ങ് നടക്കും. അപ്പോ ഇതാണെന്ന് സാറ് പറഞ്ഞത്. മോളെന്താ പറഞ്ഞേ? അല്ല, ഞാൻ അഭിനയിച്ച ശരിയാവോ? മോൾ അഭിനയിച്ച നന്നായിരിക്കും. മോള് ധൈര്യമായിട്ട് പോയി ആ നാടകക്കാരൻ സാറിനെ കണ്ട് അഭിനയിക്കാമെന്ന് പറയ്. ഉറപ്പായിട്ട് മോക്ക് വേഷം കിട്ടും. ആലോചിച്ച് സമയം കളയല്ലേ മോളെ. ഇപ്പൊ തന്നെ നീ പോയി നാടകത്തിൽ അഭിനയിക്കാന്ന് സമ്മതിക്കേ. ശരി ചേച്ചി. പാവം കുട്ടി. ഇനി രൂപവും ഭാവവും ഒന്നും ഞാൻ നോക്കുന്നില്ല. ജൂലിയറ്റിന്റെ കഥാപാത്രം അവതരിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. സാർ, എനിക്ക് താല്പര്യമുണ്ട്. ജൂലിയറ്റിനെ ഞാൻ അവതരിപ്പിക്കാം. യെസ്. എന്റെ പെർഫോമൻസ് കണ്ട പിന്നെ ഇതില് ഞാൻ തന്നെ നായികയാവണമെന്ന് സാറ് തന്നെ നിർബന്ധിക്കും. അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. കോൺഫിഡൻസ് ഒക്കെ നല്ലത് തന്നെയാണ്. ആദ്യം കുട്ടിയൊന്ന് അഭിനയിച്ച് കാണിക്ക്. അതിനുശേഷം നിനക്ക് പറ്റിയ കഥാപാത്രം ഏതാണെന്ന് ഞാൻ തീരുമാനിക്കാം. ശരി, അഭിനയിച്ചോളൂ. എന്റെ ജീവന്റെ ജീവനായ റോമിയോ, എന്റെ ജീവിതത്തിൽ ഇനിയുള്ള 100 വർഷങ്ങൾ നിനക്കായി ഞാൻ അർപ്പിക്കുന്നു. അല്ലല്ല, അർപ്പിക്കുകയാണ്. എന്തുവാടാ? നീ എന്നെ വിട്ടു പോയാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. അല്ല, ഉണ്ടാവുകയില്ല. നിന്നെ വിട്ട് പിരിയേണ്ടി വന്നാൽ ഞാൻ എന്റെ പ്രാണൻ, ജീവൻ. സാർ, ഞാൻ ഒരിക്കൽ കൂടി ട്രൈ ചെയ്യാം. ശരി. റോമിയോ, the soul of my life. എന്റെ അല്ല, നിന്റെ 100 വർഷമുള്ള ജീവിതം ഇനി നിന്റെ സ്വന്തം. നീ ഇല്ലാതായ പിന്നെ I am finished. Even if I have to leave this world, I'll be a star in the sky. ഒന്ന് നിർത്തുകൂട്ടി. തന്റെ പേര് ഷേക്സ്പിയർ എന്നൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നീ നാടകമൊന്നും മാറ്റി എഴുതണ്ട. അതിലെഴുതിയ സംഭാഷണങ്ങൾ കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി.
ഞാൻ കംഫർട്ടബിൾ ആവുന്നത് ഇംഗ്ലീഷ് പറയുമ്പോഴാ. ഞാൻ ഏത് ഭാഷ പറഞ്ഞാലും അതിൽ ഇംഗ്ലീഷ് കയറി വരും. ഷേക്സ്പിയർ ഇംഗ്ലീഷിൽ എഴുതിയ നാടകമല്ലേ? കുറച്ച് ഇംഗ്ലീഷ് കയറി വന്നെന്ന് വെച്ച് അതിലെന്താ കുഴപ്പം? ഇംഗ്ലീഷിൽ പറയുന്നതിൽ തെറ്റുണ്ടോ ഗായ്സ്? ഏ കുട്ടി, അത് ശരിയാവില്ല. ഇത് മലയാള നാടകമാണ്. നല്ല ശുദ്ധമായ മലയാളത്തിൽ മാത്രമേ നാടകം അവതരിപ്പിക്കാൻ പാടുള്ളൂ. കാമുകനോടുള്ള ആത്മാർത്ഥത തന്റെ ഓരോ വാക്കുകളിലും പ്രേക്ഷകർ അനുഭവിക്കണം. അപ്പോഴാണ് ഒരു കലാകാരൻ കഥാപാത്രമായി മാറുക. കുട്ടിയെക്കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടില്ല. നീ അവിടെ പോയിരിക്കെ. സർ, ദീക്ഷയ്ക്ക് ഒരു ചാൻസും കൂടി കൊടുക്കു സർ. വീണ്ടും വീണ്ടും ഒരാൾക്ക് ചാൻസ് നൽകാൻ ഇത് തെരുവ് നാടകമൊന്നുമല്ല, ഒരു ക്ലാസിക് നാടകമാണ്. കഥാപാത്രമായി നമ്മൾ അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ് വേണ്ടത്. നമ്മളുടെ ഓരോ ചലനത്തിലും ഓരോ വാക്കുകളിലും കഥാപാത്രത്തിന്റെ ഫീലിംഗ്സ് ആണ് പ്രകടമാകേണ്ടത്. കടലാസിൽ എഴുതിയത് വെറുതെ കാണാതെ പഠിച്ച് പറയുന്നതല്ല അഭിനയം. കഥാപാത്രത്തിന്റെ വേദനയും സന്തോഷവും ഉൾക്കൊണ്ട് ഒരു കലാകാരൻ അരങ്ങിൽ സ്വയം മറന്ന് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതാണ് യഥാർത്ഥ അഭിനയം. ഇത് രണ്ടും ഈ കുട്ടിയെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ചുരുക്കത്തിൽ ഇത്രയും നല്ലൊരു കഥാപാത്രം ഈ കുട്ടിയെക്കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇവിടെ എല്ലാരും കണക്കാ. ഇത്രയും ദാരിദ്ര്യമാണോ മഹേഷ് ഇവിടുത്തെ അവസ്ഥ? ഇത്രയും ശക്തമായൊരു കഥാപാത്രം അവതരിപ്പിക്കാൻ ഈ കോളേജിൽ ഒരാൾ പോലും ഇല്ലേ? റോമിയോയും ജൂലിയറ്റിനെ ഉൾക്കൊള്ളാൻ കപ്പാസിറ്റി ഉള്ള ആരും ഈ കോളേജിൽ ഇല്ലേ? ഞാനുണ്ട് സർ. നിക്കടിയോടെ. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ കഥാപാത്രത്തെ നീ അവതരിപ്പിക്കാന്നോ? വേറെ ഒരു വേലക്കാരിയായി നിനക്ക് നായികയായിട്ട് അഭിനയിക്കണം അല്ലേ?